വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ICDയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 50 അഥവാ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർപേരിയം എന്ന് പറയപ്പെടുന്ന നമ്മുടെ കോഡ്സ്. നമുക്കറിയാം ഒത്തിരി ഗൈഡ് ലൈൻസ് പ്രഗ്നൻസിയുമായിട്ടും ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർപേരിയം കണ്ടീഷൻസിലെ ഗൈഡ് ലൈൻസ് വരുന്ന വലിയൊരു ചാപ്റ്ററാണ് നമ്മുടെ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് അതിലെ എല്ലാ ഗൈഡ് ലൈൻസും അല്ല, അതിൽ പ്രധാനപ്പെട്ട അതായത് പ്രഗ്നൻസിനെ എഫക്ട് ചെയ്യുന്ന ചില പ്രധാന കോംപ്ലിക്കേഷൻസ് എടുത്തു കാണിക്കുന്ന ചില ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോഡ്സിന്റെ കേസിൽ കോഡ് റേഞ്ച് വരുന്നത് O00 മുതൽ O9A വരെയുള്ള റേഞ്ച് ഓഫ് കോഡ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ചാപ്റ്റർ 15 കോഡ്സിന്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്, സീക്വൻസിങ് പ്രയോറിറ്റി ഉള്ള കോഡുകളാണ് ചാപ്റ്റർ കോഡ്സ് എന്ന് പറയുന്നത്. അതായത് പ്രഗ്നൻസി കോഡുകളല്ല, പ്രഗ്നൻസി ചാപ്റ്ററിന്റെ കോഡുകളെല്ലാം നമുക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയ കോഡുകളെല്ലാം നമുക്ക് സീക്വൻസിങ് പ്രയോറിറ്റി ഉള്ള കോഡ്സ് ആണ്. ഇനി കോഡ്സ് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്? സാധാരണ നമ്മൾ മെറ്റേണൽ റെക്കോർഡ്സിൽ മാത്രമാണ് നമ്മൾ കോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെവർ ബി യൂസ്ഡ് ഓൺ ദി ന്യൂ ബോൺ റെക്കോർഡ്സ് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു അമ്മയുടെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് നമ്മൾ കോഡ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടീഷൻസ് എങ്ങനെ കോഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് വേഴ്സസ് കണ്ടീഷൻസ് ഡ്യൂ ടു പ്രഗ്നൻസി എന്ന് പറയുന്ന സെക്ഷനാണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു പ്രഗ്നന്റ് ലേഡി ഒരു കണ്ടീഷനുമായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ആക്സസ് ചെയ്യേണ്ടത് അത് അവർക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണോ, അതായത് പ്രഗ്നൻസിക്ക് മുമ്പേ ആ ലേഡിക്ക് ആ ഒരു കണ്ടീഷൻ ഉള്ളതാണോ, ഒരു ട്രീറ്റ്മെന്റിൽ ഉള്ളതാണോ അതിന്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് അഥവാ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആയിട്ട് അവർക്ക് ഉണ്ടായതാണോ ഈ കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ഒരു പ്രഗ്നന്റ് ലേഡിനെ എങ്ങനെയാണ് നമുക്ക് അവർ ഇപ്പോൾ ഓൾറെഡി ഉള്ള ആ ഡയബറ്റിസിനെ ട്രീറ്റ് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് കൊടുക്കുന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ കോഡ് കൊടുക്കേണ്ടത് O24.0 മുതൽ O24.3 വരെയുള്ള റേഞ്ചിൽ നിന്നും അവർക്കുള്ള ആ പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ലേഡി ആണെന്നുള്ളത് കാണിക്കാനായിട്ട്, അവരിപ്പോൾ നിലവിൽ ഏത് ആഴ്ചയിലാണ്, ഏത് വീക്സ് ഓഫ് ജസ്റ്റേഷനിലാണ് അവർ ട്രീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ട് ആ O24.0 മുതൽ O24.3 വരെയുള്ള റേഞ്ചിൽ നിന്നും ഒരു കോഡ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഏത് ടൈപ്പ് ഡയബറ്റിസ് ആണ് നിലവിലുള്ളത്, ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമ്മുടെ ഈ കോഡ്സിന്റെ കാറ്റഗറി ഉണ്ടല്ലോ, E08 മുതൽ E13 വരെയുള്ള കാറ്റഗറി നമ്മൾ കോഡ് കൊടുക്കാറില്ലേ സാധാരണ നമ്മുടെ എൻഡോക്രൈൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കോഡുകൾ. അതിൽ നിന്ന് ഇപ്പോൾ ടൈപ്പ് 1 ആണെന്നുണ്ടെങ്കിൽ E10 കാറ്റഗറിയിൽ നിന്ന് കോഡ് കൊടുക്കുക, ടൈപ്പ് 2 ആണെങ്കിൽ E11 കാറ്റഗറിയിൽ നിന്ന് കോഡ് കൊടുക്കുക. അത് ഏതാണെന്ന് വെച്ചാൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ സപ്പോസ് പേഷ്യന്റ് ഇൻസുലിൻ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആവശ്യാനുസരണം അഥവാ നമ്മുടെ ഫയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് 79 കോഡുകൾ നമുക്ക് അതിന് എന്താണ് ഇഫ് ആപ്ലിക്കബിൾ എന്ന് പറയുന്ന കേസിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ഒരു ലേഡിയാണ്. അഥവാ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടാണ് ആ ലേഡിക്ക് ഡയബറ്റീസ് കയറി പറ്റിയിട്ടുള്ളത്, അത് ട്രീറ്റ് ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ കോഡ് മാത്രം കൊടുത്താൽ മതി. O24.4 കാറ്റഗറിയിൽ നിന്നും അവർ വന്നിട്ടുള്ള ജസ്റ്റേഷണൽ പീരീഡും ഏജ് വെച്ചിട്ടുണ്ട്, മീൻസ് അവരുടെ വീക്സ് ഓഫ് ജസ്റ്റേഷൻ വെച്ചുകൊണ്ട് ആ കോഡ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. O24.4 എന്ന് പറയുന്ന ഒറ്റ കോഡ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. കാരണം അവർക്ക് പ്രഗ്നൻസിയിൽ കയറി പറ്റിയിട്ടുള്ള ഡയബറ്റീസ് ആണ്, ഒരിക്കലും ടൈപ്പോ കാര്യങ്ങളോ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഒരിക്കലും സെറ്റ് 79 കോഡ് നമ്മൾ കൺജക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർക്ക് ഒരു നോർമൽ അഥവാ അവരുടെ ജസ്റ്റേഷണൽ ആയിട്ടുള്ള ഡയബറ്റീസ് ആയതുകൊണ്ട് ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിൻ എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. സോ അതുകൊണ്ട് സെറ്റ് 79 കോഡുകൾ നമ്മളിവിടെ സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല. ഈ ഡയബറ്റീസിന്റെ കേസിൽ തന്നെ ഡയബറ്റീസ് എങ്ങനെയാണ് ഈ ലേഡിക്ക് കൺട്രോൾ ചെയ്യുന്നത്? പ്രഗ്നന്റ് ലേഡിക്ക് ഡയറ്റ്, ഇൻസുലിൻ അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ്സ്, ഇതിൽ ഏത് മെത്തേഡ് ആണെന്ന് വെച്ചാൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. സപ്പോസ് ഇഫ് ദ ഡയബറ്റിസ് ഇസ് കൺട്രോൾഡ് വിത്ത് എന്താണ് ഡയറ്റ് പ്ലസ് ഇൻസുലിൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് അഥവാ കോഡ് ഓൺലി ദ ഇൻസുലിൻ കൺട്രോൾഡ് ആണെന്നുള്ള രീതിയിൽ കോഡ് കൊടുക്കുക. ഇഫ് ഇറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ഡയറ്റ് പ്ലസ് ഓറൽ ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗിന്റെ കോഡ് കൊടുക്കുക. അതിന്റെ ഒരു ടേബിൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് കോഡ് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി എങ്ങനെ കോഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു പ്രഗ്നന്റ് ലേഡി പ്രീ എക്സിസ്റ്റിംഗ് ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു ലേഡിയാണ്. അതായത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് O10 അല്ലെങ്കിൽ O11 കാറ്റഗറിയിൽ വരുന്ന ആ റേഞ്ചിൽ വരുന്ന ഒരു കോഡാണ് പ്രഗ്നന്റ് ലേഡി വിത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ടത്. അത് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജസ്റ്റേഷണൽ ആ ഒരു വീക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് ആ കോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോഡായിട്ട് നമുക്ക് അവർക്ക് ഏത് ടൈപ്പ് ഹൈപ്പർ ടെൻഷൻ ആണ് ഇപ്പൊ നിലവിലുള്ളത് എന്ന് പറയുന്ന ആ ടൈപ്പ് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ രണ്ടാമത്തെ കോഡായിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി കോഡ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇത് തന്നെ പ്രഗ്നന്റ് ലേഡിക്ക് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആയിട്ടാണ് ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉള്ളതെങ്കിൽ നമ്മൾ ആകെ ഒറ്റ കോഡ് മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. O13 അല്ലെങ്കിൽ O14 കാറ്റഗറിയിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും അവരുടെ എന്താണ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന കോഡ് നമുക്ക് ഈ പറയുന്ന കാറ്റഗറിയിൽ നിന്നും പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ജസ്റ്റേഷണൽ വീക്സും കാര്യങ്ങളും തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, അതനുസൃതമായിട്ട് കൊടുക്കുക. അല്ലാതെ ഇവരെ ടൈപ്പ് എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം അവർക്ക് ആ ജസ്റ്റേഷണൽ പീരീഡിന്റെ ഉള്ളിൽ കയറിപ്പെട്ടിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് ലേഡി വന്നിട്ടുള്ളത്, ഈ പ്രഗ്നന്റ് ലേഡി. സോ നമുക്ക് O13 അല്ലെങ്കിൽ O14 കാറ്റഗറി എന്നുള്ള ഒറ്റ കോഡ് മാത്രമേ ഇവിടെ കോഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് എയ്ഡ്സ് അല്ലെങ്കിൽ HIV റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൽനെസ് ആണ് പ്രഗ്നൻസിയിലുള്ളതെങ്കിൽ എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ കോഡ് കൊടുക്കേണ്ടത് O98.7 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നും വരുന്ന പേഷ്യൻറ്റിൻ്റെ, പ്രഗ്നൻറ്റ് പേഷ്യൻറ്റിൻ്റെ വീക്സ് ഓഫ് ജസ്റ്റേഷനും കാര്യങ്ങളും അനുസരിച്ചിട്ട് ഒരു 6 ക്യാരക്ടേഴ്സ് വരുന്ന ഒരു കോഡാണത്. അത് കൊടുക്കുക. അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ HIV റിലേറ്റഡ് കണ്ടീഷൻ ഉള്ള പേഷ്യൻ്റ് ആണ് എന്ന് കാണിക്കുന്നതിനുള്ള O കോഡാണത്. അതിനുശേഷം പേഷ്യൻറ്റിന് HIV റിലേറ്റഡ് ഇൽനെസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സിംറ്റമാറ്റിക് HIV കോഡായിട്ടുള്ള B20 റിപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണോ ആ HIV റിലേറ്റഡ് ഇൽനെസ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത കോഡായിട്ട് റിപ്പോർട്ട് ചെയ്യുക. സപ്പോസ് ഓറൽ ത്രഷ് ആയിരിക്കാം, ചിലപ്പോൾ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിരിക്കാം, അതെന്താണെന്നുള്ളത് അടുത്ത കോഡായിട്ട് നമ്മൾ കൊടുക്കുക. ഇനി ഇത് തന്നെ അസിംറ്റമാറ്റിക് HIV ഉള്ള ഒരു പ്രഗ്നന്റ് ലേഡിയാണ് ട്രീറ്റ്മെൻറ്റിന് വരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോഡ് O98.7 കാറ്റഗറിയിൽ നിന്നും കൊടുത്തിട്ട് രണ്ടാമത്തെ കോഡായിട്ട് SET21 ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം SET21 ആണ് അസിംറ്റമാറ്റിക് HIVയുടെ കോഡായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് സെപ്സിസ് അല്ലെങ്കിൽ സെപ്റ്റിക് ഷോക്ക് കോംപ്ലിക്കേറ്റിംഗ് ഇൻ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർപേരിയം എങ്ങനെ കോഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ പ്രഗ്നൻസിയുടെ കേസിൽ നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ O കോഡ്, പ്രഗ്നന്റ് ലേഡി വിത്ത് സെപ്സിസ് കണ്ടീഷൻ എന്നുള്ളത് കാണിക്കാനായിട്ടുള്ള കറസ്പോണ്ടിങ് O കോഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഏതാണ് സെപ്സിസ് ഇൻഫെക്ഷൻ, ആ സെപ്സിസ് വിത്ത് ഇൻഫെക്ഷൻ എന്നുള്ള കോഡ് നമ്മൾ A കോഡ് റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം പേഷ്യൻറ്റിന് സീവിയർ സെപ്സിസ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ R65.2 കാറ്റഗറിയിൽ നിന്നും കോഡ് കൊടുക്കുക. ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്തെങ്കിലും എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് കോഡായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് COVID-19 ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്ന കേസ് എങ്ങനെ കോഡ് ചെയ്യാന്നുള്ളത് നോക്കാം. O98.5 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നുള്ളൊരു കോഡാണ്. പ്രഗ്നന്റ് ലേഡി COVID-19 ആണ് ട്രീറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അതുമായി അസോസിയേറ്റ് ചെയ്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ട കോഡ് O98.5 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നുള്ള ആളുടെ വീക്സ് ഓഫ് ജസ്റ്റേഷനൊക്കെ അനുസൃതമായിട്ടുള്ളൊരു കോഡാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം U07.1 എന്ന് പറയുന്ന കോഡ് കൊടുക്കുക. അതിനുശേഷം എന്താണോ അസോസിയേറ്റഡ് മാനിഫെസ്റ്റേഷൻ, ചിലപ്പോൾ റെസ്പിറേറ്ററി മാനിഫെസ്റ്റേഷൻ ആവും, ചിലപ്പോൾ നോൺ റെസ്പിറേറ്ററി ആയിരിക്കും, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഇപ്പോൾ COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിലും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് അഥവാ റീസൺ ഫോർ എൻകൗണ്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു കോവിഡ് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനായിട്ടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താണോ ഇപ്പോഴത്തെ റീസൺ ഫോർ എൻകൗണ്ടർ അഥവാ അൺറിലേറ്റഡ് കണ്ടീഷൻ എന്താണോ നിലവിൽ ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതിന് ഫസ്റ്റ് കോഡ് കൊടുത്തിട്ട് അതിനുശേഷം പ്രഗ്നന്റ് ലേഡി വിത്ത് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ലേഡിയാണെന്ന് കാണിക്കാൻ O98.5 റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം U07.1 റിപ്പോർട്ട് ചെയ്യുക. പിന്നീട് വേണം നമ്മൾ അസോസിയേറ്റഡ് മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ.